ഇതിനിടയിൽ ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റിന് പുറമെ മറ്റൊരാളുടെ പങ്കുകൂടി ഇപ്പോൾ അന്വേഷിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒന്നിൽ കൂടുതൽ പങ്കാളികളുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്ന ഒരു സീരിയൽ കില്ലറിൻ്റെ ദൃശ്യമാണ്. അതാണ് സെബാസ്റ്റ്യൻ എന്ന് സംശയിക്കേണ്ടി വരും. ശരൺ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. ശരൺ, ഈ ചോദ്യം ചെയ്യലിൽ പക്ഷേ ഒരു ഘട്ടത്തിലും സെബാസ്റ്റ്യൻ അങ്ങോട്ട് സഹകരിക്കുന്നില്ല എന്നാണോ പറയുന്നത്? പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഉത്തരങ്ങളാണോ സെബാസ്റ്റ്യൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇയാൾ ഈ ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയെ പോലെ ഒരു ബുദ്ധിമാനായ കൊലയാളിയാണോ ശരൺ? ശരൺ, നമ്മളുടെ മൈക്കിൽ ചെറിയൊരു ശബ്ദം കേൾക്കുന്നില്ലേ? ഇപ്പോൾ എനിക്കൊന്നത് ഓണല്ല എന്ന് തോന്നുന്നു. സെബാസ്റ്റ്യനെ ഇന്നും ചോദ്യം ചെയ്യുന്നുണ്ട്. സെബാസ്റ്റ്യൻ്റെ സാമ്പത്തിക ഇടപാടുകളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. DNA പരിശോധനാ ഫലം ആണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. കണ്ടെത്തിയിരിക്കുന്ന അസ്ഥികൾ ആരുടേതാണ്? അത് ഐഷയുടേതാണോ? അത് ഇന്ദുവിൻ്റേതാണോ? അത് ബിന്ദുവിൻ്റേതാണോ? അതിന് കണ്ടെത്തിയിരിക്കുന്നത് മറ്റേ ജയനമ്മയുടേതാണോ? ആരുടേതാണെന്നറിയില്ല. 5ഓളം കൊലപാതകമാണ് സെബാസ്റ്റ്യനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. പക്ഷേ ഈ ചോദ്യങ്ങളോടൊന്നും കൃത്യമായി സെബാസ്റ്റ്യൻ പ്രതികരിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. പൂർണ്ണമായിട്ടും നിസ്സഹകരണമാണ്. കണ്ടുപിടിക്കുന്നെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്ന മട്ടിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ മച്ചിൻപുറത്ത് പരിശോധിച്ചു, താഴ്ന്ന തറ എടുത്തിട്ടത് പരിശോധിച്ചു. പക്ഷേ എല്ലായിടങ്ങളിലും പരിശോധന നടത്തും. ഇപ്പോൾ പ്രദേശവാസികളുടെ പ്രതികരണമുണ്ട്. നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ഇങ്ങനൊരു ക്രൂരനാണ്. പക്ഷേ അയാളെക്കുറിച്ച് വ്യക്തിപരമായിട്ട് അയാളൊരു ഫ്രോഡ് മനുഷ്യനാണെന്നറിയാം. ചെറുപ്പം മുതൽ ചെറിയ മോഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പൊതുവെ പറയും അത് സെബാസ്റ്റ്യൻ എടുത്തുകൊണ്ട് പോയെന്ന് പറയും. ചെറിയ മോഷണങ്ങൾ അങ്ങനെ കേസൊന്നുമായിട്ട് പോയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് അയാളൊരു മെച്ചറായി കഴിഞ്ഞപ്പോഴാണ് ചെറിയ അയാളുടെ സംസാരത്തിൽ ഇപ്പോൾ എപ്പോഴും ഒരു കള്ള വിളിക്കാനുള്ള കഴിവുണ്ടായിരിക്കുന്നത് നമ്മൾ വിശ്വസിപ്പിക്കുന്നുള്ളതാണ്. അവർ ഈ പ്രദേശവാസികളുടെയൊക്കെ വളരെ സോഫ്റ്റായിട്ട് പെരുമാറുന്നവരാണ്. ചെറുപ്പക്കാരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. അവരെല്ലാം ഈ ബിന്ദു കേസ് വന്നപ്പോഴാണ് സ്വയം അവരൊക്കെ പോയത്. അതാണ് സംഭവം. അതായത് വലിയ വാക്ചാതുരിയോടുകൂടി ഈ സെബാസ്റ്റ്യൻ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കും. അതാണ് സെബാസ്റ്റ്യൻ്റെ ഒരു രീതി. അതുകൊണ്ട് ആളുകൾക്കാർക്കും വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലറ മോഷണമൊക്കെ നടത്തി ജീവിച്ച ആളാണ്. പിന്നീടാണ് സെബാസ്റ്റ്യൻ ഈ വലിയ രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങിയത്. ബിന്ദു തിരോധാന കേസ് വന്നപ്പോഴാണ് ബാക്കി എല്ലാവരും സെബാസ്റ്റ്യൻ്റെ കൂടെ നിന്ന് പിന്മാറുന്നത്. പിന്നീട് ദുരൂഹത നിറഞ്ഞതായിരുന്നു സെബാസ്റ്റ്യൻ്റെ ജീവിതം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളം ഒരുപക്ഷേ ഇനി പുറത്തു വരുമ്പോൾ ഞെട്ടാൻ പോകുന്നത് സെബാസ്റ്റ്യൻ്റെ ക്രൂരമായ കൊലപാതകത്തിൻ്റെ വിവരങ്ങളാണത്. വല്ലാത്ത കഥയാണ്. അപ്പോൾ നമുക്കിപ്പം ശരണുണ്ട്. ശരൺ, ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് പോലീസിനോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ലേ സെബാസ്റ്റ്യൻ? അരുൺകുമാർ, ഇയാളൊരു സൈക്കോപാത്താണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് പറയുന്നത്, അതായത് ഇയാളെ കഴിഞ്ഞ 5 ദിവസമായിട്ട് ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഇയാൾ ഈ കേസിൽ ഒരു ലീഡ് കൊടുക്കുന്ന വിധത്തിലുള്ള മറുപടിയൊന്നും തന്നെ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. കൃത്യമായി തന്നെ, അതായത് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കണമെന്ന് കൃത്യമായ തന്ത്രങ്ങൾ അറിയാവുന്ന ആൾ കൂടിയാണ് ഇയാളെന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടിയാണ് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസവും ഭൂരിഭാഗ സമയവും SP-യുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തിരുന്നത്. അപ്പോഴൊക്കെ തന്നെ മറുപടി നൽകുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിരുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം ഇയാളുടെ ഭാഗത്തു നിന്ന് നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ ശേഖരിച്ച അസ്ഥികളുണ്ട്, അത് DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാഥമിക പരിശോധനാ ഫലം അത് നാളെയാണ് വരിക. അപ്പോഴായിരിക്കും ഇത് ആരുടേതാണ് അസ്ഥികൾ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരിക. അതായത് 3 പേരാണ് ഇപ്പോൾ നിലവിൽ സംശയ നിലയിലുള്ളത്. ഒന്ന് ബിന്ദുവിൻ്റെയോ ഐഷയുടെയോ ഒപ്പം തന്നെ ജയനമ്മയുടെയോ അസ്ഥികളാകാമെന്നുള്ളൊരു വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. അപ്പോൾ നാളെ പ്രാഥമിക പരിശോധനാ ഫലം വരുമ്പോഴായിരിക്കും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുക. ഇതോടൊപ്പം തന്നെ ഒരു വശത്ത് ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടന്നപ്പോൾ തന്നെയാണ് സാമ്പത്തിക ഇടപാടുകൾ, ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് ക്രൈംബ്രാഞ്ച് പരിശോധിച്ചത്. അപ്പോൾ ക്രൈംബ്രാഞ്ചിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നുള്ളതാണ്. വൻ ഇടപാടുകളാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കോടികൾ ഈ സർവീസ് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വാരാപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക്
ബാങ്കിൽ നിന്ന്, ഒപ്പം തന്നെ കുത്തിയതോട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഇയാൾ നേരത്തെ വൻ തുക പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഈ പണം എവിടെ നിന്നാണെന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇയാൾ മൊഴിയായി നൽകിയിരിക്കുന്നത് താൻ ദീർഘകാലമായി ഗൾഫിലായിരുന്നു, അങ്ങനെ ഗൾഫിൽ ജോലി ചെയ്തുണ്ടാക്കിയ സമ്പാദിച്ച പണമാണെന്നുള്ളതാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ക്രൈംബ്രാഞ്ചിന് ഇപ്പോഴും സംശയമുള്ളത് ഈ പണം ഈ തിരോധാന കേസിൽ ഉൾപ്പെട്ട സ്ത്രീകളുടെ പക്കൽ നിന്ന് തട്ടിയെടുത്ത പണമാണോ എന്നുള്ളതാണ്. അതിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണവും തുടരുകയാണ്. താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. ചുരുക്കത്തിൽ പുറത്തു വരാൻ പോകുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണോ എന്നുള്ളതാണ്. ഇനി ബാക്കി വരുന്ന കാര്യങ്ങൾ കൂടി അറിയുമ്പോൾ കേരളം ഞെട്ടുമോ എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ ആരെയൊക്കെയാണ് വധിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ശവം മറവ് ചെയ്തിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനി ഉത്തരം പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല സെബാസ്റ്റ്യൻ.